എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണല്ലോ ചപ്പാത്തി. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ പലരുടെയും പരാതിയാണ് ഇതുപോലെ ഇങ്ങനെ പൊള്ളച്ച് വരുന്നില്ല, സോഫ്റ്റായിട്ട് ഇരിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി കുഴച്ച ഉടനെ തന്നെയാണ് പരത്തി ചുട്ടെടുക്കുന്നത്. എന്നിട്ടും ഇതുപോലെ തന്നെ പൊള്ളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രിക്ക് എന്താണെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയും വേണം. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. ഇഷ്ടമായാലും ഒരു ലൈക്ക് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ സാധാരണ കടകളിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ബ്രാൻഡ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 240 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തുന്ന വിധത്തിൽ നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിത് കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളത്തിലാണ്. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചൂട് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നല്ല കടും ചൂട് എന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഒരു മീഡിയം ആയിട്ട് നമ്മൾ ഇതുപോലെ കയ്യിൽ ഒഴിക്കുമ്പോൾ കൈ ഒന്ന് ചൂടാവും, ഒന്ന് പൊള്ളും, ചെറുതായിട്ടൊന്ന് ചൂടാകും. അപ്പോൾ ആ ഒരു ചൂടിൽ വേണം, വളരെ ഇളം ചൂടിലല്ല, എന്നാൽ നല്ലപോലെ നല്ല തിളച്ച വെള്ളമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഇടയ്ക്കുള്ള, നമുക്ക് കുഴയ്ക്കാനും പറ്റണം കൈ പൊള്ളാതെ. അപ്പോൾ ആ ഒരു ചൂടുവെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ മാവ് കുറച്ച് നേരത്തേക്ക് തന്നെ ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇളം ചൂടിലാണ് മാവ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിനി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അധികം വെള്ളമാകാതെ നമ്മൾ ഇതുപോലെ അമർത്തി ഒന്ന് തേച്ച് ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് കയ്യിലുള്ള മാവും ആ പാത്രത്തിലുള്ള ഗോതമ്പ് പൊടിയെല്ലാം തന്നെ ഇളകി വന്ന് ആ മാവിലേക്ക് അങ്ങോട്ട് പിടിക്കണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ചപ്പാത്തിക്കുള്ള പൊടിയെല്ലാം ഞാനിവിടെ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഉടനെ തന്നെയാണ് ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു അളവിലാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന്ന് ഏകദേശം ഒരു 5 ബോൾസാണ് എനിക്ക്, 5 ചപ്പാത്തിക്കുള്ള ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ആദ്യം ഏകദേശം ഒരു വലിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാൻ ബോളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ആദ്യം ഉരുട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊടി തന്നെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത്. അപ്പോൾ പരത്തുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ പൊടിയിടും, പക്ഷേ അതൊന്ന് തട്ടിക്കളഞ്ഞിട്ടാണ് ഞാൻ തവയിലിട്ട് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇനി പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല നൈസായിട്ട് കനം കുറച്ചിട്ട് വേണം ചപ്പാത്തി പരത്താൻ, എന്നാലേ തിന്നുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ അല്പം കനത്തിലൊന്നും പരത്തി വയ്ക്കരുത്, ഒന്ന് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാനിതാ ഇവിടെ ചപ്പാത്തി ആദ്യത്തെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി തവ ചൂടാക്കുന്നത്, തവ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ആ ഫ്ലെയിം തന്നെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ലോ ആക്കാനോ അതിലും കൂട്ടാനോ ഒന്നും പാടില്ല. ആ വെച്ചിരിക്കുന്ന അതേ ഫ്ലെയിമിൽ തന്നെ വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ. ഒരു സൈഡിൽ ചെറിയ കുമിളകൾ വരുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മറ്റേ സൈഡിലും കുമിളകൾ വരുമ്പോൾ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇരുവശവും ഇങ്ങനെ മറിച്ച് തിരിച്ചിടുമ്പോഴേക്കും, മൂന്നാമത് തിരിച്ചിടുമ്പോഴേക്കും ഇത് പൊങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഒന്നാമത്തെ ചപ്പാത്തി ഇവിടെ തയ്യാറാക്കിയത്. രണ്ടാമത് ഇട്ട് കൊടുത്ത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള അതേ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറയ്ക്കുകയോ ഫ്ലെയിം കൂട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ ഇങ്ങനെ കുമിളച്ച് വരത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ വെള്ളത്തിൻ്റെ ചൂടും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആ ഫ്ലെയിമും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഇതുപോലെ ചപ്പാത്തി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ രണ്ടാമത്തെ ചപ്പാത്തിക്ക് ഇച്ചിരി നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിങ്ങനെ പൊള്ളി വന്നതുകൊണ്ട് നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിലൊരു പോക്കറ്റ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പൊള്ളി വന്നെങ്കിൽ മാത്രമേ ചപ്പാത്തിക്ക് സോഫ്റ്റ്നെസ്സും ഉണ്ടാവുള്ളൂ. എത്ര സമയം വേണമെങ്കിലും നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാം. ഇതുപോലെ ഒരു പോക്കറ്റായിട്ട് നമുക്ക് ഉള്ളിൽ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെള്ളം വളരെ ചൂട് കുറവ് പാടില്ല, ഹൈയും പാടില്ല. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.